ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ, എല്ലായിടത്തും ചക്ക കിട്ടുന്നൊരു ടൈമാണ്. ഒരു തവണയെങ്കിലും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു തവണ ഈ കേക്ക് ഉണ്ടാക്കിയാൽ നിങ്ങൾ ഈ കേക്കിന് അഡിക്റ്റ് ആവും, ഉറപ്പാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഒരു പാനിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. കാഷ്യൂസോ ബദാമോ പിസ്തയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കാഷ്യൂസാണ് എടുത്തേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. സെയിം പാനിലേക്ക് തന്നെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് കാരമലൈസ് ചെയ്യാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ കേക്കിനൊരു കശർപ്പ് വരും. ഇതിപ്പോൾ മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നീങ്ങി നിന്ന് ഒഴിക്കണം, പെട്ടെന്ന് തെറിക്കാൻ ചാൻസ് ഉണ്ട്. വെള്ളം ഒഴിച്ച ഉടൻ തന്നെ കാരമലൈസ് ചെയ്തതെല്ലാം ഒന്ന് കട്ട പിടിക്കും. ഇതൊന്ന് ചൂടാകുമ്പോൾ തനിയെ തന്നെ മെൽറ്റാകും. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4-5 ഗ്രാമ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. സെയിം ജാറിലേക്ക് തന്നെ ഒരു 10 നല്ല പഴുത്ത ചക്ക ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിന് മാറ്റി വയ്ക്കാം. ഇനി കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ തയ്യാറാക്കുന്നത് 1 കിലോയുടെ കേക്കാട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് മിക്സിയിൽ വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലും സെയിം സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച ചക്കയുടെ പൾപ്പും കൂടി ചേർക്കാം. കാരമലൈസേഷൻ ചെയ്തതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റി വെച്ച നട്ട്സും കൂടി ചേർക്കാം. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിന് ബട്ടർ പേപ്പർ ഇട്ട കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 45 മിനിറ്റ് വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവൺ ഇല്ലാത്തവർ ഓവൻ സെറ്റപ്പിൽ ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതി. അടികട്ടിയുള്ളൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് ഒരു റിങ് ഇറക്കി വെച്ച് നന്നായിട്ട് അടച്ച് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം കേക്ക് ടിൻ ഇറക്കി വെച്ച് ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി കേക്കിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂസ് കൂടി വെച്ച് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാൻ വെക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കേക്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ എങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. എൻ്റെ വീട്ടിൽ ഈ കേക്ക് ഉണ്ടാക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. പെട്ടെന്നാണ് തീർന്നത്.
അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.